ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കാതിൽ തെന്മഴയായി ആവശ്യപ്പെട്ടിരിക്കുന്നത് വാഗത്താനത്ത് നിന്ന് ചെറുകുന്നേൽ സണ്ണി. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത തൻ്റെ പ്രണയിനിക്ക് വേണ്ടി. സംഗീതം സലീൽ ചൗധരി, വരികൾ OMV കുറുപ്പ്, പാടിയത് KJ യേശുദാസ്. റോസൊന്നും പറഞ്ഞില്ല. എനിക്കറിയാം റോസിങ്ങനെ ഇഷ്ടമാണ്. പിന്നെ എന്നാത്തിനാണ് പുറകെ നടത്തുന്നത്? ഞാൻ പറഞ്ഞു എന്റെ പുറകെ നടക്കാൻ. എന്നാ ദേഷ്യമാണേ. റോസ് എത്ര വേണമെങ്കിലും ആലോചിച്ചു. എന്നിട്ട് എന്നെ ഇഷ്ടമാണ് മാത്രം പറഞ്ഞാൽ മതി. തന്റെ ചെറുക്കൻ ജോർജല്ലോ അവൻ. അവൻ തിന്നണം ഉപ്പും ചോറും പാലക്കിലാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള നേരം കിട്ടിയില്ലല്ലോ തനിക്ക്. പറ്റിപ്പോയി. നേരം വെളുക്കുമ്പോൾ കുടുംബത്തിൽ ഇറങ്ങിപ്പോണത് ഇവന്റെ വക്കാലത്തിനാണല്ലേ മനുഷ്യനെ പറയിക്കാൻ. അപ്പം കേട്ടതൊന്നും വെറുതെ. എടാ കൊച്ചനെ, കൊല്ലം കുറച്ച് മുമ്പ പണ്ട് കുറച്ച് പറങ്കിപ്പട കപ്പലുകൾ തിരുവിതാംകൂറിലെ മണ്ണും പൊന്നും പിടിച്ചെടുക്കാൻ അന്ന് ദേശം ഭരിച്ച മാർത്താണ്ഡവർമ്മ തിരുമനസിന്റെ പടം നയിച്ചതേ ഈ പാലക്കൽ തറവാട്ടിലെ കാരണവന്മാർ, ഈ തടിത മാപ്പിളയുടെ അപ്പനപ്പൂപ്പന്മാരാണ്. അന്ന് പറങ്കിപ്പടയെ തുരത്തി ഓടിച്ചതിന് പട്ടും മുളയും വാങ്ങിച്ചെങ്കിലേ വീട്ടിലെ പെങ്കൊച്ചിനെ നോക്കാനും ഈ പാലക്കന്മാർക്കറിയാവടാ. നിന്നെ ഞാൻ കുറ്റം പറയുകയില്ല. പാലക്കനെ ഒരു സുന്ദരി കൊച്ചിനെ ആരാണേലും ഒന്ന് വളയ്ക്കാനൊക്കെ നോക്കും, സ്വാഭാവികം. പക്ഷേ നീ നോക്കുമ്പോൾ അതിനൊരു മര്യാദയൊക്കെ വേണം. ഇതിപ്പോ പാലക്കത്തറവാട്ടിൽ കൊയ്യാനും കെട്ടാനും വന്ന കേസിയാടെ മോന് പെണ്ണു കൊടുത്താൽ ഈ ദലിത് മാപ്പിളക്ക് ഇത് എന്നാത്തിന്റെ കേടാന്ന് നാട്ടിലെ ചില പണിയില്ല കിടങ്ങൾ ചോദിക്കുമല്ലോടാ പോയി. ചുമ്മാ ധൃതി കൂട്ടാതെ എല്ലാം പെട്ടെന്നായാലേ നമ്മൾ വന്നതും നിന്നതും അവ കൊണ്ടതും ഒക്കെ പെട്ടെന്ന് അങ്ങ് മറക്കുകയല്ലേ. അതുകൊണ്ട് നമുക്ക് ശരിക്കും സമയമെടുത്ത് ഒന്ന് മറവോ എടാ മോനെ സണ്ണി, നിന്നെ എവിടെയൊക്കെ തപ്പിയടാ ഭാഗ്യവാനേ. നിനക്കെന്ന് ഓസ്ട്രേലിയ ഇനി സണ്ണിക്കുട്ടിന് ആരുമാ? അങ്ങ് ഓസ്ട്രേലിയയിലെ സണ്ണിച്ചാരല്ലയോ? അല്ല ഇവരടിക്കില്ലേ. ഇവനെന്നോ അളിയാന്ന് വിളിയടാ. ആരെന്റെ അവിടെ കട്ടുവരുന്നത്? ഈ നായന്റെ കൈകാലൊക്കെ പിടിച്ചു ഫൈൽസിലൊക്കെ കൊടുക്കുന്നേ. അതെ, എന്നെ ഇവിടെ ഭൂരിഭാഗം ആൾക്കാർക്കും മനസ്സിലാകാതെ തോന്നുന്നു. ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വിരോധമല്ലോ. അതെന്നാ ചോദ്യാണ്. ഇതാണ് സാക്ഷാൽ ചെറുകുന്നേൽ സണ്ണി, നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസർ. ആന്നേ, ഈ സണ്ണിന്റെ കഥയാണ് നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ തന്നെയാണോ വന്നേ? എന്റെ ആദ്യത്തെ സംരംഭല്ലേ, ഫുൾ ഫാമിലി ആയിട്ടാന്നേ. കേറി വാടാ മക്കളെ. Something I can feel. Don't you want me like I want you, baby?
എന്താടാ ഇത് പച്ചാ ചുമ്മാ പിള്ളേർ ഫയറാ. ഇതാണ് ഡാൻസ്, അല്ലാതെ തന്നെ മാങ്ങാവറിയില്ല. ബെസ്റ്റ് പണി പോടെ. ഇവിടെ ജുബേട്ടൊരു സണ്ണി വന്ന് നിറഞ്ഞു. ആ സണ്ണിയാണോ ഈ സണ്ണി? അല്ല, അതിന് താനാരാ? എന്നെ മനസ്സിലായല്ലോ, ഞാടെ സണ്ണി. ഞാനാണ് ഡാൻസ് മാസ്റ്റർ വിക്രം. My Michael Elias, Michael Elias, Jackson Elias, Vikram Elias, ഡാൻസ് മാസ്റ്റർ വിക്രം, നൈസ് ടു മീറ്റ് യു. നമ്മുടെ മൂവിയിൽ വെഡിങ് സോങ്ങിന് ഷൂട്ട് ഉണ്ട്. അതിൽ സണ്ണി സാറും കൂടെ അഭിനയിക്കുന്നു. ഡയറക്ടറിന് ഒരേ നിർബന്ധം. അങ്ങനെ വന്നാണ്. അപ്പൊ എങ്ങനെ കൊറിയോഗ്രഫി വിക്രം സാർ മിന്നിച്ചേക്കല്ലേ? എന്നിട്ടല്ലേ ഞാനിവിടെ. പിന്നെ ആ പിള്ളേരെ ഈ പരിസരത്തെ കളിപ്പിക്കാൻ നിൽക്കുന്ന മതി. ജസ്റ്റ് പറ്റതേ ഉള്ളൂ. മാതിയുള്ളൂ സണ്ണി സാറേ, അങ്ങനെ വലിയ കൊറിയോഗ്രാഫി ഒന്നുമില്ല. മനസ്സ് നിർമ്മിക്കുന്ന സെലിബ്രേഷൻ ട്രയലട ഈവനിങ് ഡയറക്ഷൻ കിട്ടുമോ? ആ എന്നാ അങ്ങനെ ആവട്ടെ. എടാ നീ ലുബി വന്ന് നോക്കിയേ, കിട്ടാതിരിക്കല. ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം. എടാ സണ്ണി. എടാ ജോർജ്, എന്റെ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എത്ര കാലായടാ. ഓ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നേ. നീയല്ലേ നമ്മളെയൊക്കെ മറന്നേ. ശരിയാണ്. ഓസ്ട്രേലിയയിൽ പോയതിനു ശേഷം പിന്നെ തിരിഞ്ഞോട്ടുണ്ടാക്കിയ പ്രതീക്ഷയിലപ്പുറം കൈ വന്നപ്പോ അതിലും അപ്പുറം കെട്ടിപ്പിടിക്കാനുള്ള ഓട്ടായിരുന്നു. എത്ര കൊല്ല കഴിഞ്ഞില്ലേ. ഇടയ്ക്കൊക്കെ എല്ലാവരും ഓർക്കാറുണ്ട്, കാണുന്നു തോന്നാറുണ്ട്. നീ ഇപ്പോഴും പാകിസ്ഥാനത്തെ ഹീറോ ആടാ, ഹീറോ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പക്കാരും പാലക്കാരും വലിയ സെറ്റായിരുന്നു. സണ്ണിച്ചൻ സിഡ്നി വെട്ടിപ്പിടിച്ച കഥ ഒന്നും കേൾക്കാത്ത ഒരു കൊച്ചുകാരുണ്ട്. പാകിസ്ഥാനത്ത് വളർന്നില്ല. ജിമ്മി സ്റ്റീഫനൊക്കെ എല്ലാവരും കേൾക്കാറില്ല. ഇടയ്ക്കൊക്കെ കൂടും. നിന്നെപ്പറ്റി എപ്പോഴും പറയടാ. ജിമ്മിൽ അടിച്ച് എപ്പോഴും പറയും. സദ്യ വലിയ ആളായപ്പോ നമ്മളൊക്കെ മറന്നു. എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണടാ. ഈ പണത്തിന് സമ്പത്തിനൊക്കെ നേടിത്തരാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ നന്മയും സന്തോഷവും മാത്രം ആഗ്രഹിക്കുന്ന കുറെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഈ കൂട്ടുകെട്ടുകളൊന്നും എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുമെന്ന് വിശ്വസിച്ചതാണ്. പക്ഷെ ഇപ്പോൾ ഒരു വീട്ടിൽ ഞാനും പെട്ടു. അറിയാതെ ഓരോന്നായി എല്ലാം കഴിഞ്ഞിട്ടു. നീ എന്താ വിടറാവേ? എന്തായാലും നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ല. എനിക്ക് നല്ല സന്തോഷമായി. അല്ല, നീ എന്താ ഇവിടെ അത് ചോദിക്കാൻ പറഞ്ഞു? എടാ, ഞാനീ പടത്തിന് പ്രൊഡ്യൂസർ. ചുമ്മാ ഇതോടെ ട്രൈ ചെയ്യാന്ന് വെച്ചു. ആഹാ, എടാ ഞാനാണ് പ്രൊഡക്ഷനിൽ ഫുഡ് കൊടുക്കുന്നത്. ജിഷയുടെ അപ്പച്ചന് ടൗണിലെ ഹോട്ടല്. ഇപ്പൊ ഞാനാ നോക്കി നടക്കുന്നത്. സാർ ഷോർട്ട് റെഡി. ആ, എന്നാ പിന്നെ കാണാം. ഓ ആയിക്കോട്ടെ, ഞാൻ നമ്മുടെ ടീംസിനൊക്കെ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അഞ്ജലി റെഡി? ആ സണ്ണി സാർ റെഡി? ലൈറ്റ്സ് ഓൺ, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ചെക്കന് പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്ങ് പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്ങ് കൊടുക്കും ചൻസുകളെല്ലാം മാർക്ക് വിളിച്ച് കൂടണ കല്യാണം.